ഞാൻ ഈ വർഷം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് വെബ് സീരീസാണ് റാക്ക്. നമ്മുടെ പ്രൈം വീഡിയോയിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഒരു 8 എപ്പിസോഡുകളുള്ള ഒരു മിനി സീരീസാണ്. കണ്ടിന്യൂ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സീസണുകളൊന്നും ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് കേസാണ് ഇതൊരു കംപ്ലീറ്റ്ലി ഇവർ കാണിക്കുന്നത്. ഈ 72-ലുണ്ടായിരുന്ന ഡൽഹിയിലെ ഒരു മർഡർ കേസുണ്ട്, ബില്ലാരംഗ കേസ്. ഇതിൽ ഈ സാധനങ്ങൾ കുറേ പേര് കേട്ടിട്ടുണ്ടാവും. ഞാനും ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻസ് മാത്രമേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. എന്താണ് കേസ് അല്ലെങ്കിൽ എന്താണ് അവിടെ നടന്നതെന്ന് മാത്രമേ ഒരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇവർ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഒരു 10 മിനിറ്റ് തന്നെ നമുക്ക് കാണിക്കും. ഒരു ഒരു മിലിട്ടറി ഓഫീസറിൻ്റെ 2 മക്കൾ, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും, ചെറിയ കുട്ടികളാണ്. ഇവരൊരു റേഡിയോ സ്റ്റേഷനിലേക്ക് പോണ വഴി ഒരു കുട്ടിയുടെ പാട്ടുണ്ട്. അത് പാടാൻ വേണ്ടിയിട്ട് റേഡിയോ സ്റ്റേഷനിലേക്ക് പോണ വഴി വഴിയിലൊരു കാറിന് കൈ കാണിക്കും മഴ പെയ്തുകൊണ്ട്. പിന്നെ ആ കുട്ടികളെ ആരും കണ്ടിട്ടില്ല. ബ്രൂട്ടലി മർഡർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ എന്താണ് അതിന് പുറകിലുള്ള കാരണം? ഈ 2 പേര് ആരൊക്കെയാണ്? ഈ ബില്ലാരംഗ എന്ന് പറഞ്ഞ ആരൊക്കെയാണ് എന്നതാണ് ഈ സീരീസ് മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട്. അത് ഈ കേസാണ്. അത് എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മാത്രമാണ്. സോ ഞാനും ഇത് കണ്ടു തുടങ്ങിയപ്പോൾ ആദ്യമേ ഇത് കാണിച്ചു കഴിഞ്ഞു. ആരാണ് കൊലപ്പെടുത്തിയത്, ആരാണ് മരണപ്പെട്ടതെന്ന് കാണിച്ചു. ആദ്യത്തെ ഒരു 10 മിനിറ്റ് തന്നെ ഈ പരിപാടി തീർന്നു. പിന്നെ എന്താണ് ഇവർ ഈ 8 എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്നത് എന്ന് കണ്ടിട്ടാണ് ഞാനിത് കാണാൻ തുടങ്ങിയത്. ഒറ്റ രാത്രി കൊണ്ട് ഞാനത് തീർത്തു. സിംപ്ലി ഒരൊറ്റ നൈറ്റ്. ഇന്നലെ മിനിഞ്ഞാന്ന് എന്താണ് ഞാനത് ഒരൊറ്റ രാത്രി ഒരു എത്ര മണിക്ക് തുടങ്ങി അത് കഴിഞ്ഞിട്ടാണ് നിർത്തിയത്. കാരണം നമുക്ക് നിർത്താൻ പറ്റൂല. അത്രയും ഗ്രിപ്പിംഗ് ആയിട്ടാണ് ഈ ഒരു സാധനം കൊണ്ടുപോകുന്നത്. ഒരു സൈഡിൽ കൂടെ ഇതിൻ്റെ മാൻ ഹണ്ട്, ജയപ്രകാശ് എന്ന് പറയുന്നത് നമ്മുടെ അലി ഫൈസൽ അവതരിപ്പിക്കുന്ന ഒരു ഇൻസ്പെക്ടർ ക്യാരക്ടർ. അന്നത്തെ കാലത്ത് ഒരു 78ആണ്. അന്നത്തെ കാലത്ത് നമ്മുടെ ഈ പറയുന്ന CCTVയോ അങ്ങനത്തെ എവിഡൻസ് കളക്ട് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഒന്നുമില്ല. സോ അങ്ങനെയുള്ള സമയത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പോകുന്നു, ഈ മാൻ ഹണ്ട് എങ്ങനെ നടത്തുന്നു എന്നുള്ളൊരു സൈഡ്. അതിനോടൊപ്പം തന്നെ പാരലൽ ഇവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഇവരാരായിരുന്നു, ഇവരെന്താണ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത്, ഒരു സീരീസ് ഓഫ് മർഡേഴ്സ് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. സോ ഇവരുടെ ആ ഒരു ഇതിലേക്ക് എത്താനുള്ള, അല്ലെങ്കിൽ ഈ 2 കുട്ടികളെ കൊല്ലാനുള്ള അവരുടെ ഒരു മോട്ടീവിലേക്ക് ഇവരെങ്ങനെ എത്തിപ്പെട്ടു എന്ന് കാണിക്കുന്ന കുറേ പാറ്റേൺ ഉണ്ട്. കുറേ മർഡേഴ്സും അല്ലെങ്കിൽ കുറേ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഉണ്ട്. ഇത് രണ്ടും കൂടി പാരലൽ കാണിക്കുന്നുമുണ്ട്, അതായത് സൈമൾട്ടേനിയസ്ലി കാണിക്കുന്നുമുണ്ട്. ഭയങ്കരധികം ഗ്രിപ്പിംഗ് ആണ് ഈ സാധനം. ഇത് ഒരു സൈഡിൽ കൂടെ ഇപ്പോൾ പിടിക്കുന്നു പറഞ്ഞിട്ടൊരു സാധനം കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സൈഡിൽ കൂടെ ഇവരെന്തായി ചെയ്ത് കൂട്ടരുതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്ന് കഴിയുമ്പോഴും തോന്നും. സോ അതിൻ്റെ അറ്റ് ലാസ്റ്റ് അവസാനത്തെ ഒരു എപ്പിസോഡിൽ, ഒരു 8ാമത്തെ എപ്പിസോഡിലൊക്കെ ഈ സാധനം കഴിഞ്ഞിട്ട് ഒരു ആൾട്ടർനേറ്റ് പരിപാടി പിടിക്കുന്നുണ്ട്. എൻ്റെ മോനെ, അത് ഭയങ്കരധികം ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. അതായത് ഈ മൊമെൻറ്റ് ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞൊരു സാധനം. അങ്ങനെ സാധനം അധികം സീരീസുകൾ നമ്മൾ കാണാറില്ല. ഒരു ട്രൂ ക്രൈം സാധനമാണ്. ട്രൂ ക്രൈമിലൊക്കെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ എൻഡിങ് ഭയങ്കര അധികം എന്താ പറയുക, ആ ഒരു കേസ് എങ്ങനെ കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കും നോർമലി കാണിക്കുക. പക്ഷേ ഇവർ ഈ ആൾട്ടർനേറ്റ് സാധനം പിടിക്കുന്നത് ഭയങ്കര ഹോണ്ടിങ് ആണ്. കണ്ടു കഴിഞ്ഞിട്ട് അയ്യോ എന്നുള്ള നമുക്കൊരു ഫീലിംഗ് വരും. ത്രൂ ഔട്ട് ഭയങ്കരധികം ഇമോഷണലി അതുകൊണ്ട് തന്നെ ഭയങ്കരധികം കണക്റ്റാണ്. പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് നടന്നിട്ടുള്ള സംഭവം. ദെൻ ഇവരുടെ ഒരു പാരൻസ് അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥനായിട്ടുള്ള അച്ഛനും അമ്മയും. ഈ അമ്മയ്ക്കൊക്കെ ഒരു ട്രോമയായിട്ട് എടുത്ത് അങ്ങനെ അവരുടെ പാരലി അവരുടെ ആ ഒരു ഇമോഷണൽ സൈഡും, ഈ അന്വേഷിക്കുന്ന ഈ ഒരു പോലീസ് ഓഫീസറുടെ അനുഭവിക്കുന്ന കുറേ പ്രഷേഴ്സും, ആളുടെ ഒരു ലവ് സ്റ്റോറി തന്നെ ഇടയൊക്കെ പോകുന്നുണ്ട്. അതെനിക്ക് കുഴപ്പമില്ല, പക്ഷേ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അത് മാത്രമാണ് കുറച്ചൊന്ന് വലിപ്പിക്കുന്നൊരു ഘടകം. പക്ഷേ അതൊരു കാര്യമാക്കണ്ട. ബാക്കിയെല്ലാം തന്നെ ഭയങ്കരധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ള, ഭയങ്കരധികം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് എന്ന് പറയാം. ഒരു ട്രൂ ക്രൈം സീരീസുകളിൽ നമ്മളിങ്ങനെ പിടിച്ചിരുത്തണമെങ്കിൽ മിക്ക എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അതിൽ കുറേയധികം ഡീറ്റെയിലിംഗ് കൊടുത്ത് നല്ല കിഡിലൻ ക്യാരക്ടേഴ്സ്, പ്രത്യേകിച്ച് ഈ 2 പേര്, മറ്റേ ഈ ഒരു ബില്ലാരംഗ എന്ന് പറയുന്ന ആ ഒരു 2 പേരെ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു 2 ആക്ടേഴ്സ് കിഡിലൻ പെർഫോമൻസ് ആണ്. അതായത് അവരോട് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഗ്രഡ്ജ് വരും. നമുക്ക് ചില ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാവില്ല, ഇതുപോലെ നമുക്കൊരു ദേഷ്യം വരുന്നുണ്ട് അവരോട്. ആ സാധനം ലിറ്ററലി നമുക്ക് കിട്ടും. ഇവർക്ക് ഇത് പോരെ, ഇതിനപ്പുറത്ത് വേറെ വല്ല ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് അത്രയും നൊട്ടോറിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ കാണിച്ചു കൊടുത്തത്. സോ ആ ഒരു ഹെയ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു റേജ് നമുക്ക് ഉണ്ടാകുന്ന രീതിയിലാണ് അവർ ആക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല കിട്ടിലായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാം കൊണ്ടും, സൗണ്ട് ഡിസൈൻ കൊണ്ടും, അങ്ങനെ ശരിക്കും ഒരു സിനിമ കാണുന്ന ഫീൽ നമുക്ക് കിട്ടും. ഒരു സീരീസ് ആണെന്നോ ഒരു വെബ് സീരീസ് കാണണമെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവില്ല. അതിൻ്റെ കളർ ഗ്രേഡിങ്ങിലായിക്കോട്ടെ, എഡിറ്റിംഗ് പാറ്റേണിലായിക്കോട്ടെ, എല്ലാം തന്നെ ഒരു സിനിമാറ്റിക് ടച്ച് ഉണ്ട് മുഴുവനായിട്ട്. സോ ഒരു നല്ല ജെന്യുവൻ ആയിട്ടുള്ള ഭയങ്കര ക്വാളിറ്റിയുള്ള ഒരു ട്രൂ ക്രൈം വെബ് സീരീസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകാം. ഞാൻ ആമസോൺ പ്രൈം വീഡിയോയിലാണ് കണ്ടത്. തമിഴ് ഡബിലൊക്കെ ഉണ്ടായിരുന്നു. മലയാളം ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ തമിഴിലാണ് കണ്ട്. കുറേ തെറിയും എല്ലാം അതേപോലെ തന്നെ കാണിക്കുന്നത്. സോ കുറച്ച് അഡൾട്രേറ്റഡ് ആയിട്ടുള്ള സീരീസാണ്. അഡൾട്ട് കണ്ടൻറ്റ്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ ന്യൂഡിറ്റി ഉണ്ട്, കുറച്ച് സെക്ഷൽ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഉണ്ട്, പ്രൊഫാനിറ്റി അങ്ങേ അറ്റമുണ്ട്, തെറിയാണ്. 5 മിനിറ്റ് കൂടുമ്പോൾ അവർ തെറിയാണ് പറയുക. സോ അതുകൊണ്ട് തന്നെ
അഡൾട്ടറേറ്റഡ് കണ്ടൻ്റാണ്, കുട്ടികളെ വെച്ചിട്ടൊന്നും കാണരുത്. ആൻഡ് ഈ സാധനം ഓൾറെഡി ഈ ഒരു ഇവൻറ്റ് ചെറുതായിട്ട് നമ്മുടെ ബ്ലാക്ക് വാറൻ്റ് എന്ന് പറഞ്ഞ വേറൊരു സീരീസ് ഉണ്ടായിരുന്നു നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ. ഈ തീഹാർ ജയിലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ജയിലറിൻ്റെ കഥ, ഒരു 35 വർഷം എന്തോ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ജയിലറിൻ്റെ കഥ ഉണ്ടായിരുന്നു. അതിൽ ഇതേപോലെ ഒരു ആന്തോളജി പോലെ, ആന്തോളജി എന്നല്ല, ഒരു മൾട്ടിപ്പിൾ എപ്പിസോഡ്സിൽ മൾട്ടിപ്പിൾ കാര്യങ്ങളായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഐ തിങ്ക് രണ്ടാമത്തെ ഏതൊരു എപ്പിസോഡിൽ ഈ ഒരു ഇവൻറ്റ് കാണിക്കുന്നുണ്ട്. അതിൽ വേറെ ആക്ടേഴ്സാണ്, അത് ഇതായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ ഈ കാര്യമാണ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബില്ലാരംഗ ഈ തീഹാർ ജയിലിലേക്ക് വരുന്നു, ഈ ആളെങ്ങനെയാണ് ഇതിൽ ഡീൽ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ. സോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മികച്ചൊരു ട്രൂ ക്രൈമാണ്, നല്ലൊരു ഇന്ത്യൻ വെബ് സീരീസ്. നമുക്ക് അധികം വളരെ ഒരു ഹാൻഡ്ഫുൾ ഇന്ത്യൻ വെബ് സീരീസുകളെ ഞാൻ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതുള്ളൂ, നല്ലതെന്ന് പറയാൻ പറ്റുന്നുള്ളൂ. അതിൽ മികച്ച ഒന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും ഈ വർഷം തന്നെ കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ സീരീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ട്രൂ ക്രൈം സാധനമാണ്. തീർച്ചയായിട്ടും കണ്ടുപോകുക. ആമസോൺ പ്രൈം വീഡിയോയിലുണ്ട് 8 എപ്പിസോഡുകൾ. ഒരു മണിക്കൂറിന് താഴെ ഒരു 40 മിനിറ്റൊക്കെ റൺ ടൈം ഉണ്ടാവുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ ഒറ്റയിരിപ്പിന് നമുക്ക് ബിഞ്ച് വാച്ച് ചെയ്ത് കാണാൻ തോന്നുന്ന രീതിയിലുള്ള അത്രയും ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സാധനമാണ്. തീർച്ചയായിട്ടും കണ്ടുപോകുക. കണ്ടവരാണെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.